ഓരോരുത്തർ ഇഷ്ടമല്ലേ വസ്ത്രം ഇടുന്നത്. കുറച്ച് മോഡൽ ലുക്കാണ് ആൾക്കുള്ളത്. അപ്പൊ നമ്മളെ പെൺകുട്ടികൾ അതിൽ നോക്കി പോവാളെ. ചേച്ചി നോക്കില്ലേ? കുശും പേരില്ലേ ആളെ ബോഡി കണ്ടിട്ട് നല്ല സുന്ദരിയല്ലേ? നന്ദന അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലല്ലോ ചേട്ടാ നന്ദന കാണാനായിട്ട്. ഒരു ഫ്രണ്ട്സ് ആകുമ്പോ ഉമ്മ വെക്കാം, പക്ഷെ ഒരു കുടുംബം അനുമോള് പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. സദാചാരം സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി എനിക്ക്. ജിസേലിനെ എന്ത് ഓരോരുത്തർ ഇഷ്ടമല്ലേ വസ്ത്രം ഇടുന്നത്. ആര് നോക്കി? തെറ്റിദ്ധാരണയാവും ചിലപ്പോ വേറെ കണ്ടോണ്ട് നോക്കി എന്നുള്ളത്. അത് ഷാനവാസ് തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ അതില് ലാലന്റെ എപ്പിസോഡിൽ വെച്ച്. ഓരോരുത്തർക്ക് തെറ്റിദ്ധാരണ വരാലോ ആരെയൊക്കെ. നമ്മളതിൻ്റെ ഉള്ളൊരു പെൺകുട്ടിയാണ്, കുറച്ച് മോഡൽ ലുക്കാണ് ആൾക്കുള്ളത്. അപ്പൊ നമ്മളെ പെൺകുട്ടികൾ അതിൽ നോക്കി പോവാളെ ഇല്ലേ? ചേച്ചി നോക്കില്ലേ? പിന്നെന്താ നമുക്ക് കുശും പേരില്ലേ ആളെ ബോഡി കണ്ടിട്ട് നല്ല സുന്ദരിയല്ലേ? ഇല്ല എനിക്ക് ദൈവം സഹായിച്ച് എനിക്കൊരു എന്റെ കാരണന്മാരായിട്ട് കോലം ഇത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ. ഞാൻ എന്തൊക്കെയോ വീഡിയോസ് കണ്ടിരുന്നു ആ പോസ്റ്റുകളിൽ വെച്ചിട്ട്. മലയാളികൾ ഓൾറെഡി മാറി ചേട്ടാ. പണ്ടത്തെ ആൾക്കാരെ, പണ്ടത്തെ ഒരു ചിന്താഗതി എൻ്റെ അമ്മൂമ്മ വരെ മാറി തുടങ്ങി. നമ്മൾ പണ്ട് അവർ പറയും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് പോരുന്നത്, ഞാൻ കുട്ടി ട്രൗസറൊക്കെ ഇട്ട് പോയി പറയും അമ്മ എൻ്റെ മോളെ പുറത്തിറങ്ങുമ്പോൾ. അവരൊക്കെ മാറി. നമ്മുടെ പണ്ടത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അമ്മൂമ്മ അവർക്കൊക്കെ മനസ്സിലാവും എന്താണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്നതെന്നുള്ളത്. പക്ഷെ നമ്മൾ കാണുന്ന ബിഗ് ബോസിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, കാണുന്നവന്റെ കണ്ണിലാണ് കുരു എന്ത് സംഭവം. അതാളുടെ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നു. കുറച്ചു നേരം കരയാണ്ടിരിക്കുക. ഇന്നലെ കരഞ്ഞില്ല ലാലേട്ടൻ, പിന്നെ എന്തോ പറഞ്ഞപ്പോ കരഞ്ഞില്ലെന്ന് തോന്നുന്നുണ്ട്. എന്താവോ കരയാണ്ടിരുന്നേ? പാവ അതൊക്കെ ഓരോരുത്തരുടെ ടാസ്ക് അല്ലേ, നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറയാറ്. പക്ഷെ ആള് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവും. അത് മറ്റുള്ളവരെ പോയിട്ട് ലിപ്സ്റ്റിക് തോണ്ടി ലിപ്സ്റ്റിക് ഇട്ടു കൺമഷി എഴുതി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ആൾക്ക് കുറച്ച് സ്വന്തമായിട്ട് കളിക്കാം. കുറച്ച് തോന്നി എനിക്ക് CID ടൈപ്പായിട്ട് തോന്നി. ഇപ്പൊ പാവം ഇപ്പൊ ഒന്നും തോന്നുന്നില്ലേ? ഞാൻ എന്നെ കാണുമ്പോ ഞാൻ സ്വയമായിട്ട് പറയാറ് എനിക്ക് ബാർബി ഡോൾ ആയിട്ട് തോന്നുന്നു. എനിക്ക് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മതിയില്ല എന്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി പൊക്കോന്ന്. അയ്യോ ഇല്ല അവര് വിളിച്ചാൽ നമുക്കൊരു കൈ നോക്കാം. സീസൺ 7 വരെയുള്ള ബെസ്റ്റ് നോക്കുമ്പോൾ ബിഗ് ബോസിൽ അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള വൈൽഡ് കാർഡാണ് 5 എണ്ണം കയറിയിട്ടുള്ളത് എന്ന രീതിയിൽ. ഇതുവരെ മോശം വൈൽഡ് കാർഡാണ് ഇതുവരെയുള്ള സീസണിൽ കയറിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ 5 എണ്ണം. ഈ സീസൺ 7 ഈ സീസൺ വരെ ഉള്ളതിൽ 5 വൈൽഡ് കാർഡ് കയറിയിട്ടില്ല. ഏറ്റവും മോശം വൈൽഡ് കാർഡാണ് കയറിയിട്ടുള്ളതെന്ന കമന്റ്സ് അടക്കം. ഏത് സീസണില്? 7 എല്ലാ സീസണും വെച്ച് നോക്കുമ്പോഴും ഈ സീസൺ 7 വന്ന വൈൽഡ് കാർഡ് ഉണ്ടോ? വൈൽഡ് കാർഡ് ഉണ്ടോ? 5 അട്ടർ ഫ്ലോപ്പ് ആണെന്ന് പറയുന്നത്. അയ്യോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഓരോരുത്തർ സംസാരിക്കുന്നത് അവരേതായാലും മാക്സിമം അവർ ഗെയിം കളിച്ച് സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസ് ടീം കണ്ടിട്ടില്ല, ലാലേട്ടനും കണ്ടിട്ടില്ല. നന്ദന കണ്ടിട്ടുണ്ടായിരുന്നു. നന്ദന അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലല്ലോ ചേട്ടാ നന്ദന കാണാനായിട്ട്. ലൈവ് കാണാറില്ല ഞാൻ, എപ്പിസോഡ് മാത്രമേ കാണാറുള്ളൂ. അതില് ജസ്റ്റ് ജിസയില് ഡ്രസ്സ് കയറ്റിയിടുന്ന കണ്ടു. അതെന്താണ് ഒരു ഫ്രണ്ട്സ് ആകുമ്പോൾ ഉമ്മ വെക്കാം, പക്ഷെ ഒരു അനുമോള് പറയണ പോലെ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും പണ്ടത്തെ പോലെ സദാചാരം ഒന്നും ഇപ്പില്ലല്ലോ. പക്ഷെ അനുമോളൊരു എന്താ പറയാ കുലസ്ത്രീ ആവാളൊരു കുലസ്ത്രീയിലൊരു എന്താ സദാചാരം ഒരു സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി എനിക്ക്. പക്ഷെ ആ ചോദ്യത്തിൽ ഞാൻ കണ്ടോന്നാന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലല്ലേ ഉമ്മ വയ്ക്കുമല്ലോ, അതിനിപ്പോ എന്താ ഫ്രണ്ട്സ് ആകുമ്പോൾ ഉമ്മ വയ്ക്കോ, അതിനിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ അതിനെതിരല്ല, പക്ഷെ മറ്റുള്ളവർ ചിലപ്പോൾ എതിരാവും. ഞാൻ അതിന് എതിരല്ല. അനുമോൾക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലായില്ല. നടന്നിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ അത് പറഞ്ഞില്ല, പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ല. നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെന്താണോ ഇപ്പൊ നമ്മൾ പലപ്പോഴും പലവരായിട്ട് സ്നേഹിക്കുന്നത് ഓരോരുത്തരുടെ ക്യാരക്ടർ വൈസ് ആണല്ലോ. നിങ്ങൾ അങ്ങനെയല്ലേ? നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ചിലവർക്ക് ജാടയുണ്ട് പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസിൽ. അതൊക്കെ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു. അതൊക്കെ ബിഗ് ബോസുകാരെ ഇഷ്ടമാണ്. ബിഗ് ബോസുകാരെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്കാരെ കൊടുക്കുന്ന അവർ പേയ്മെന്റിലാവും നിർത്തുണ്ടാവുക. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവരെപ്പോ കാണിക്കണത് അവര് തീരുമാനിക്കും എന്താണ് ഭാഗങ്ങൾ എന്താണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതായത് ഇപ്പൊ ആര്യനും ജിസേലും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൽ കവിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോന്ന് തോന്നുന്നുണ്ടോ? കാരണം അങ്ങനെ രീതിയിൽ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഒന്നാമത് അവർ രണ്ടാളും ഫ്രണ്ട്സ് ആണെന്നാണ് എന്റെ വിശ്വാസം. കവിഞ്ഞു പോവാണെങ്കിൽ കവിയട്ടെ. ആദ്യം അനുമോൾക്ക് ആര്യനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു അതിന് പറയുന്നുണ്ട്. എന്ത് കണ്ടിട്ട് എന്റെ കൃഷ്ണ? അനുമോളോടൊന്നല്ല എല്ലാവരോടും ഞാൻ ചോദിക്കുന്നുണ്ട്. കുറെ പേര് ആര്യനെ മീൻസ് അങ്ങനെയല്ല ക്യൂട്ട്നെസ്സിന് ഒരു ആൺകുട്ടികൾ എല്ലാവർക്കും പുരുഷന്മാർക്ക് ഭംഗിയുണ്ട്, എല്ലാ സ്ത്രീകൾക്കും ഭംഗിയുണ്ട്. ഇപ്പോ ആ ചക്കര തന്നെ മാത്രം ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് നിൽക്കണോണ്ട് തോന്നുന്നു
പേഴ്സണലി എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല അവരെ കുറിച്ച്. ലാലേട്ടനൊരു മുഖത്ത് കാണുന്നുണ്ട് വിഷമം. ലാലേട്ടൻ നമ്മുടെ സീസണിലാകുമ്പോൾ ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, സന്തോഷമായിരുന്നു തോന്നുന്നു. ഇഷ്ടം പോലെ എന്തൊക്കെ കേട്ടോണു, ഇഷ്ടം പോലെ. അതൊക്കെ നമ്മൾ ലാലേട്ടനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവര് ഇത് റെസ്പെക്ട് ചെയ്യുന്നില്ല ആരും. എന്താ പറഞ്ഞാലും റെസ്പെക്ട് ചെയ്യാത്തൊരു സംസാരമാണ്. എന്താണ്? അതെ അതെ, ബിഗ് ബോസ് കണ്ടന്റാ. അച്ഛനമ്മയ്ക്കൊക്കെ വിളിക്കുന്ന മോശമല്ലേ? നമുക്ക് അങ്ങോട്ട് കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. ഇത് അച്ഛനമ്മയ്ക്കൊക്കെ വിളിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വിളിക്കരുത് ഞാൻ പറയുള്ളൂ. തിരിച്ചു വിളിച്ചാൽ നമുക്ക് നിലവാരമില്ലാണ്ട് പോകും. അവര് നമ്മളും തിരിച്ചു വിളിച്ചാൽ എന്താ ഉള്ളത്? അവര് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഒന്നാമത് എനിക്ക് ആളെ അത്ര പേഴ്സണലി ഇഷ്ടമല്ല മസ്താനിന്. അങ്ങനെ അല്ല, എനിക്ക് ആ ഒരു ക്യാരക്ടർ, പുറത്തെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ പുറത്ത് ഒരാളുടെ കാര്യം പറഞ്ഞിട്ടില്ല. ആർക്കെനിക്കോ? മോനൊന്നും ആ എപ്പിസോഡ് ഇപ്പൊ കാണിച്ചെന്ന് ഞാൻ ഒരു 50,000 നിനക്ക് ഇപ്പൊ തരും. ഞാൻ കാണിക്കും ആ എപ്പിസോഡ്. ഞാൻ വല്ല പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കും. ഇത് ഏത് മീഡിയ ആയിരുന്നു? സോഷ്യൽ മീഡിയ എനിക്കറിയാം. കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഒരു മാസത്തോളം നിന്ന്. അതെ അതെ. ഒന്നാമത്തെ ആളെ കയറ്റി വിട്ടത് എന്താ പറയാ, ആൾക്ക് ഇഷ്ടണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പോകാനായിട്ട്. ആരോ പിടിച്ച് തള്ളിവിട്ട പോലെ പുറത്തേക്ക് ഇറങ്ങണം. അതായിരുന്നു ആളുടെ ഒരു എയിമായിരുന്നു ബിഗ് ബോസിൽ കയറി. അത് ആൾ സാധിച്ചെടുത്തു. പക്ഷെ ഒരാളുടെ അവസരമാണ് അവിടെ കളഞ്ഞത്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഓവർ ആളുടെ സംസാര രീതി, മറ്റേ റെനയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി പറയാം, അനുവിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റി പറയാം, അതൊക്കെ ഭയങ്കരമായിട്ട് ചീപ്പായിട്ട് എനിക്ക് തോന്നി. നമ്മൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. സത്യത്തില് ബിഗ് ബോസ് അത് വാൺ ചെയ്ത കാര്യമാണ്. ഇപ്പൊ ലാലേട്ടൻ തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിനെ കുറിച്ചിട്ട്. 2 ആഴ്ചത്തെ കോസ്റ്റ്യൂം മാറ്റിയ ആളുടെ എവിഷനിൽ വന്നു 2 ആഴ്ച. അതൊന്നും ചെയ്യാൻ പാടില്ല. പുറത്തെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് മസ്താൻ അത് പറയാൻ പാടില്ല. പക്ഷെ അത് ആള് അതെ, എല്ലാവരും ആള് നല്ലത് തന്നെ നിലയ്ക്ക് എന്താ മറ്റുള്ളവരൊക്കെ ഇവരൊക്കെ കരയുന്ന കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടം എന്നൊക്കെ ലാലന്റെ ഡയലോഗ് ഒക്കെ പറയുന്നു. അതൊക്കെ ആളുടെ തോന്നലാന്ന് തോന്നുന്നുണ്ട്. എല്ലാവർക്കും തോന്നുമ്പോ നമുക്ക് ബിഗ് ബോസ് അത് ഞാൻ പറയാം. നമ്മള് ചിന്തിക്കണ വലിയ ബിഗ് ബോസ് അവിടെ ഔട്ട് ഇറക്കുക. അവര് എപ്പിസോഡ് ഇറക്കുമ്പോ നമ്മൾ എന്താണോ കാണിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട് പോവുക. ആരാണ്? ഇല്ല ഒരിക്കലല്ല. അല്ല, ആളിങ്ങനെ പുറത്തെ കാര്യങ്ങൾ പറയണ്ട, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തർ പഠിച്ച് ഗെയിം കളിക്കുകയാണെങ്കിൽ ഓക്കെ. ഇത് പക്ഷെ അവിടെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു നിന്നിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ അത് മോശമായിട്ടുള്ള. ഏറ്റവും കൂടുതൽ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ സീസണിലെ സീക്രട്ട് ഏജന്റ് ആണ് ഇതിന് തുറക്കട്ടുണ്ടായിരുന്ന ഒരാള്. ഓക്കെ, അല്ല അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മസ്താനി അധികം പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർ ഇഷ്ടമാണ്. സീക്രട്ട് ഏജന്റ് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഉള്ളിലുണ്ടായിരുന്നു. പുറത്തിരുന്ന് ഞാൻ ഗെയിം കണ്ടിട്ടില്ല എന്താണെന്നുള്ളത്. അപ്പൊ അയാളുടെ ഗെയിം ആവും കളിക്കുന്നുണ്ടാവുക. സായി ചേട്ടൻ ഇപ്പോ മസ്താനിയുടെ ഗെയിം കളിക്കുന്നു. എനിക്ക് പേഴ്സണലായിട്ട് ആൾ ഇഷ്ടമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നാട്ടുകാരുടെ മൊത്തം ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പേഴ്സണലി അനീഷേട്ടൻ ഇഷ്ടമാണ്. ആളൊരു പാവായിട്ട് തോന്നി. പക്ഷെ നമ്മുടെ തൃശ്ശൂർക്കാരനും കൂടിയാണ്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ആള് നന്നായി ഗെയിം ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുന്നുണ്ട്. ഷാനവാസ് മിശ്ര എല്ലാവരും ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ അനീഷ് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം 2 റൗണ്ട് അങ്ങോട്ടും നടത്തുന്നു ഇങ്ങോട്ട് നടത്തുന്നു. അതാളുടെ ഗെയിം. റോബിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ളതാണ് പലരും പറയുന്നത്. റോബിന്റെ ഒരു ഇമിറ്റേഷൻ ആണോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ആ തോന്നുന്ന ആൾക്കാരോട് അന്വേഷിക്കേണ്ടി വരും. എനിക്ക് തോന്നിയിട്ടില്ല. ഇത് തോന്നിയിട്ടാ ഓണയർ ജിൻഡോ അതിനെപ്പറ്റി സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ബൈ. പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ജിഷന്, മസ്താനി, ഈ 3 ആൾക്കാരിലാണ് കണ്ടന്റ് വരുന്നത്. ബാക്കിയുള്ളവർ പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഓഡിയൻസ് പറയുന്നത്. ആസ് എ വ്യൂവർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പുറത്ത് കാണിക്കാത്തതാവും. ചിലപ്പോൾ നിങ്ങൾ ലൈവ് കാണുന്നുണ്ടോ? 24/7 കാണുന്നുണ്ടോ? ചിലത് കാണുന്നുണ്ട്, എല്ലാവർക്കും. ചിലപ്പോൾ അത് അതിൻ്റെ ഉള്ളിലായിരിക്കും. എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടാവില്ല. എപ്പിസോഡിൽ എന്താണെന്നുള്ളത് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള മീൻസ് അങ്ങനെയല്ല, എന്താണ് പുറത്തിട്ട ആൾക്കാർക്ക് ഏഷ്യാനെറ്റുകാർ മീൻസ് പ്രേക്ഷകർ എന്താണ് കാണുന്നുള്ളത് അവർക്ക് തോന്നും ഇന്നൊരു കണ്ടന്റ് ആണ് കാണുക എന്നുള്ളത്. അപ്പൊ അവരത് മാത്രമേ ഇടുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അത് കപ്പ് തന്നില്ല, അപ്പൊ പിന്നെ ആരെങ്കിലും അടിക്കട്ടെ. അല്ല, അടുത്ത ഞായറാഴ്ച ആര് പോകണം? അടുത്ത ഞായറാഴ്ച സൺഡേ ആര് പോണെന്നോ? അന്നേ ഗെയിം കളിക്കാത്ത ആൾക്കാർ പോട്ടെ. ആരാണ് ഗെയിം
ഇപ്പൊ പോയി മീൻസ് രേണു ചേച്ചിയൊക്കെ പോയില്ലോ, ഇനിയിപ്പോ ആരുള്ളത്? ഞാൻ പറഞ്ഞല്ലോ മസ്താനിക്ക് എന്ന് പറയുന്ന ആൾക്ക് മറ്റുള്ളവരെ പുറത്തത്തെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, അകത്തെ ആൾക്കൊരു കണ്ടന്റ് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മസ്താനി പോട്ടെ, പോവാണെങ്കിൽ പോട്ടെ, അല്ലേ വരികയാണെങ്കിൽ വരട്ടെ. എന്താ രേണുവിന്റെ അത്രയും ഹാപ്പി ആയിട്ട് ബിഗ് ബോസ് ഇറങ്ങിപ്പോയ വേറെ ആളുണ്ടാവില്ലേ? അത് ശരിയാ, ആളെന്തോ വണ്ടർലേക്ക് എന്തോ അല്ല വണ്ടർലേ കൊടൈക്കനാലൊക്കെ ടൂർ പോയി വന്ന ഹാപ്പി. പക്ഷെ ആൾക്കൊരു വിജയമാണ് കേട്ടോ, ആള് കേറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആള് കേറി പുറത്തു വന്നു. അതൊരു പുള്ളിക്കാരി നിന്നായിരുന്നെങ്കിൽ ചിലപ്പോ കപ്പ് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുമായിരുന്നു. ചേട്ടാ എവിടുന്ന് മാറ്റി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടാവില്ലായിരുന്നു, അതിനുള്ള കുഴപ്പമുണ്ടായിരുന്നു. അല്ല അങ്ങനെ നന്നായി കണ്ടന്റ് വേണല്ലോ അതിന്റെ ഉള്ളില്. മറ്റുള്ളവർ അക്ബർ ആയാലോ ഷാനവാസ് അവരൊക്കെ സംസാരിക്കുന്നുണ്ട്, പോയിന്റുകൾ പറയുന്നുണ്ട്. രേണുവിന്റെ തത്തമ്മ അടിപൊളിയായിരുന്നു. ആ തത്തമ്മേനെ കണ്ടില്ല, നന്നായി രസമായിരുന്നു. ശരിയാ, ഫയർ ആയിട്ട് വന്നതാ, ഫ്ലവർ ആയിട്ട് തിരിച്ചു പോകുന്നു. അതെ ബിഗ് ബോസ് തന്നെ ഊക്കിയിട്ട് ഒരു ഇന്റർവ്യൂ അതെ അതെ. നിങ്ങൾ അവിടെ ആരെങ്കിലും കപ്പടിക്കട്ടെ, നമുക്കൊന്നുമില്ല കപ്പ് അടിച്ചാൽ അവർക്കുള്ളൂ അല്ലേ? നിങ്ങൾക്ക് എന്തുണ്ടെന്നാ